പറഞ്ഞിട്ട് അവൾ അങ്ങ് മേലെ പോയി. അപ്പം എന്നെ നോക്കി അടുത്തുള്ള ഒരാൾ വന്നു. ഞാനും അവരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. വർത്തമാനം പറഞ്ഞിട്ടിരുന്നതിൻ്റെ ഇടയിൽ അശോകൻ്റെ മരുമോള്, ആദ്യത്തെ മരുമോള് അവിടെ കൂടെ റോഡിൽ നടന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കയറ്റ് പൂട്ടിയിരിക്കണമുണ്ട്. ഇതിലേ വന്ന് ഈ സൈഡിൽ കൂടെ ചാടി അപ്പുറത്തങ്ങ് ചാടി സ്വല്പം കഴിഞ്ഞപ്പോൾ അശോകൻ്റെ പെണ്ണ് വന്ന് പണ്ട് വിളിക്കാൻ വിട്ടുമില്ല. എല്ലാ പെണ്ണും ഇവിടെ വന്ന് വീട്ടുമുറ്റത്ത് കിടന്ന് വിളിച്ച് എൻ്റെ പിള്ളേക്ക് സഹിക്കാൻ വയ്യ. അവൾ ഒപ്പാരം വിളിയായിട്ട് അങ്ങ് മേലെ പോയി. മേലെ ചെന്നങ്ങ് കഥ പൂട്ടി അങ്ങ് അടച്ചളഞ്ഞ്. ഞാൻ ചെന്ന് കിടന്ന് വിളിച്ചിട്ട് ഇവൾ കഥ പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ ആളുകളെ വിളിച്ച് കൂട്ടി വന്ന് കഥ അവർ കുത്തി തുറന്നു. ഇപ്പം തൂങ്ങിയിരിക്കുന്നു. കൊടുക്കാൻ അഴിച്ചിറക്കി ഇവിടെ അങ്ങ് ആശുപത്രി കൊണ്ടുപോയി. കൊച്ചിപ്പോൾ ധനുവച്ചപുരം ITL ജോയിൻ ചെയ്തോ? ധനുവച്ചപുരം ITL ജോയിൻ ചെയ്ത കുട്ടിയാ? ആ കൊച്ചിനെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ ചീത്ത പറഞ്ഞു. ചീത്ത മാത്രമാണോ അതെന്തെങ്കിലും ഭീഷണിയൊക്കെ ഉണ്ടായി? ഭീഷണിയായി, നീ വിഷാടിക്കാത്ത എന്ത് തൂങ്ങാത്ത എന്ത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഭീഷണി കൊണ്ട് ഭയന്നിട്ടാണോ കുട്ടി ഭയന്ന് ചെയ്തതന്നെ. അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അപ്പൂപ്പനോട് പറഞ്ഞില്ലേ അവള് സങ്കടം പറഞ്ഞില്ലായിരുന്നു? അവള് നിലവിളിച്ചോണ്ട് മേലെ കയറി. അത് ശരി. അപ്പോഴും ഇവരോട് നിൽക്കായിരുന്നു? ഇവര് കൂടെ നിൽക്കണം. അപ്പോഴും കൂടെ നിൽക്കായിരുന്നു. സമയത്ത് തന്നെയാണ് ആ കുട്ടി മേലെ? അത് അശോകനും പിള്ളേരും അവിടെ റോഡിൽ ഇങ്ങനെ ഇവള് കൂടെ വന്ന് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. അപ്പോഴും ഇവള് നിലവിളിച്ചോണ്ട് മുകളിൽ കയറി. ഈ ചീത്ത വിളിച്ച സ്ത്രീക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് വരുമെന്ന് അറിയാൻ? 50 വയസ്സിന് മേലെ ഉണ്ടോ? 50 മേലോട്ട് വരും. എന്താ ചേട്ടാ ഇന്നലെ സംഭവിച്ചത്? ഒരു നേരത്തെ അവിടെ ഫാമിലി പ്രശ്നമുണ്ട്. അപ്പം ആദ്യം കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറെ ഒരുത്തനുമായിട്ട് കമ്പനിയായിരുന്നു. അവർ കണ്ടുപിടിച്ച് അങ്ങനെ അവൾ കൊച്ചിനെയും അവനെയും വേണ്ടാന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ച് അവർ പിരിഞ്ഞു പോയതാണ്. എന്നിട്ട് ചെറുക്കൻ കുറേ നാൾ കഴിഞ്ഞ് വേറെ ഒരു പെണ്ണ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് 2 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളാണ് വിളിച്ച് ഈ ആദ്യം കളഞ്ഞിട്ട് പോയവളെ അറിയിക്കുന്നുള്ള ഒരു സംസാരം വന്നു. അപ്പം ആദ്യം ഒരു നാൾ വന്ന് ഇവിടെ ചീത്ത വിളിച്ചിട്ട് പോയി. അന്ന് പറഞ്ഞു വിലക്കി വിട്ട്. രണ്ടാമത് വേറെ ആൾക്കാരെ പറഞ്ഞു വിട്ട്. അപ്പം ഞങ്ങളല്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ മൊബൈൽ ഓണായി കൊടുക്കാൻ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ ചീത്ത വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ബന്ധുക്കളാണോ അതോ വേറെ എന്തെങ്കിലും ആണോ, ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് അവിടെ പോയി നോക്ക് എന്ന് ഞാൻ പറഞ്ഞു. അതിന് പുറമെ ഇന്നലെ കൊച്ച് റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ കാല് വയ്യ, മരുന്നൊക്കെ വെച്ചിട്ട് അവരും കിടക്കുകയായിരുന്നു. അപ്പം ഈ ആദ്യം കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറെ ഒരു പെണ്ണുമായിട്ട് അവിടെ ഗേറ്റ് ഫ്രണ്ട് പൂട്ടിയിട്ടിരിക്കണോണ്ട് ഇതുവഴി കയറി മതിൽ ചാടി അങ്ങ് ബാക്കിൽ പോയി. ഇതിലേക്ക് ബാക്കിൽ പോയി. അപ്പോൾ അവർ കണ്ടിട്ട് വന്ന് അവർ പറയണത് നമ്മളാണ് ഇത് വിളിച്ചു വരുത്തുകയും നമ്മളാണ് ഇതിന് കൂട്ടി നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് തള്ളയും മക്കളും ഭർത്താവായിട്ട് കയറി വന്ന് അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുകയും ഒരുപാട് വഴക്ക് പറയുകയും വായിക്കൊള്ളാത്ത ഇഷ്ടം പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വേറെ ആരുമില്ല, ഭാര്യയല്ലായിരുന്നു, ജോലിക്ക് വരുന്നു, മൂത്തമോള് ജോലിക്ക് വരുന്നു, ഞാൻ ജോലിക്ക് വരുന്നു. എന്നെ വിളിച്ചിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ്, അച്ഛാ ഇനി ജീവിച്ചിരുന്നിട്ട് മാനമില്ല, എന്നെ ഒരുപാട് മോശമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ച ആൾക്കാരൊക്കെ വന്നു കൂടി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ, വന്നിട്ട് നമുക്ക് എന്തുവേണോ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇനി വരുന്നുമ്പേ ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. കയറി കഥ ഉടച്ച് വിളിച്ചിട്ട് തുറക്കാൻ ശ്രമിച്ചിട്ട് തുറന്നില്ല. പിന്നെ ഇവിടെ ചുറ്റുമുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടൊന്ന് തുറന്ന് തൂങ്ങി കെട്ടഴിച്ചു താഴോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ വന്നു. പിന്നെ 108 വിളിച്ച് ഞാനും മോളുമായിട്ട് ഇവിടെ നിന്നേ പകുതി മരിച്ചു, പോയ വഴിക്ക് തന്നെ ബാക്കിയും മരിച്ചു. മെഡിക്കൽ കോളേജിലായി, ഇപ്പം മോച്ചറിയിലാണ്. ഈ കൊച്ചിനെ പ്രധാനമായിട്ടും അവർ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? എവളാണ് ഇത് കംപ്ലീറ്റും ഇത് നമ്മളെ വീട്ടിലുള്ളവരാണ് അവരെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. ഈ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് ഒന്ന് പറയാമോ? സൂരജ്, രാജം, അശോകൻ, ഇവരൊക്കെ.
കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ച്. അച്ഛനോട് വിളിച്ച് പറയുമ്പോൾ നമ്മൾ ആശ്വസിപ്പിച്ചിട്ടും നിൽക്കൂല. അത്രയ്ക്ക് അങ്ങ് പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. അത്രമാത്രം ആൾക്കാരെ വന്ന് കൂടിയ ആൾക്കാരെ മുമ്പ് നാണക്കേടായി. ഒരുപാട് അനാവശ്യമായിട്ട് ഇങ്ങനെ ചീത്തയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ, ഞാൻ വന്ന് സംസാരിക്കാം, നീ ഒന്നും ചെയ്യില്ല, ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്ന് എത്തും മുമ്പേ സംഭവിച്ചു. അവര് തിന്നാത്ത സാധനമില്ലേ എന്റെ ചെല്ല മക്കളെ, എന്റെ ചിഞ്ച മോനെ, എന്റെ ചിഞ്ച മോനെ, എനിക്ക് വെള്ളം തരാനുള്ളതാണേ. എനിക്കൊരു മോനല്ലേ ഉള്ളൂ, എനിക്ക് 2 പൊമ്മക്കളുണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോ ഇപ്പൊ ഒന്നായേ. എന്റെ അപ്പോ ഞാൻ കൂട്ടുവിലക്ക് പോയിട്ട് വന്നപ്പോ എന്റെ പിള്ളേർ അപ്പോ സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ചിന്ത അറിഞ്ഞില്ല. എന്റെ മരുമകളെ വെണ്ണീർ 6-ാം വാർഡിലാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വഴി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ആ കുട്ടിയുടെ കാലനായിട്ട് മാറിയത്. അവർ ഇതുവഴി കയറി ഈ ഭാഗത്തൂടെ അങ്ങ് പോയി എന്നുള്ളതാണ് നടന്ന സംഭവം. പക്ഷേ അതിന് പിന്നിൽ ഇവരാണ് എന്നുള്ള ഒരു ആരോപണവും അതേ തുടർന്ന് വന്നുള്ള അസഭ്യ വർഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ കുട്ടിക്ക് താങ്ങാനായില്ല എന്നും പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ആ വീട്ടിലെ മകൻ്റെ ആദ്യത്തെ ഭാര്യ, രണ്ടാമത് അയാൾ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ആ സ്ത്രീ ഇതുവഴി, കാരണം ഇങ്ങനൊരു വഴി ഇതുവഴി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്, അങ്ങനെ ഇതുവഴി കയറി അപ്പുറത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി എന്നതാണ് പ്രശ്നം. ഇങ്ങനെ ഈ സ്ഥലത്തുകൂടി അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു എന്നുള്ളതാണ് വിഷയം. ഇതുവഴി പോകാൻ പറ്റില്ലല്ലോ ഏട്ടാ. ആദ്യ ഭാര്യയുടെ വീട് എവിടെയാണ്? അവിടെയാണ്. എനിക്ക് അറിയില്ല. അതിലൊരു കുഞ്ഞുണ്ട്. അതിങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ കാര്യം എന്താണ് അതറിയാമോ? വേറെ ഒരു കൂടെ വെച്ച് വേറെ ഒരാളുടെ കൂടെ ഇവള് പോയി ഈ കുഞ്ഞിനെയും അവനെയും കളഞ്ഞിട്ട്. മനസ്സിലായ? കുഞ്ഞും അവന് വേണ്ടെന്ന് വിഴിഞ്ഞിട്ട് എഴുതി വെച്ചിട്ടാണ് അവൾ പോയത്. അവൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നു. അന്ന് വേണ്ട മേളം നടന്നു. ഇത് വൈകിട്ട് ഈ ഇടയ്ക്ക് ഒരു ദിവസം വന്നു. അന്ന് മേളം നടന്നു. ഇത് 3-ാം പ്രാവശ്യം ഒന്ന് വന്നത്. അപ്പോൾ കൊച്ചവിടെ ഉണ്ട്. രണ്ടാമതാവുമ്പോൾ ഒരു പെണ്ണെ കൊണ്ടുവന്നു. അതിൽ 2 പിള്ളേരും തള്ളയുമുണ്ട്. അതിൽ കൂടെ ഈ കൊച്ചു നിന്ന് വളരെയാണ്. ആ കൊച്ചാണോ പെണ്ണോ? ആൺകൊച്ച്. എത്ര വയസ്സ് വരും? ഒരു 3 വയസ്സ് വരും തോന്നുന്നു. ആ കൊച്ചിനെ നോക്കിയാണ് ഈ അമ്മ കൂടെ ഇവിടെ വരുന്നത്. അവിടെ ഗേറ്റ് കൂട്ടിക്കൊണ്ട് ഇതുവഴി കയറി പോയി. ഇതിലെ കയറി ചാടിപ്പോയി. അതിന് നമ്മളെ ചീത്ത വിളിച്ചു.
ഇന്നലെ ആ സംഭവം നടക്കുമ്പോഴും ആ വന്ന ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവർ കൂടെ വന്നു. ഈ പിള്ളേരെടുത്ത് അവിടെ കൊണ്ടുവന്നപ്പോഴേ അവിടെ നിലവിളി വന്നു നിലവിളിച്ച് അവിടെ വന്നു. അവരാരും ഒന്നും ചെയ്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിച്ചുകൊണ്ട് വന്നു. കൊടുക്കാൻ പോയി. അവരുടെ വീട് എവിടെയാണെന്ന് അറിയില്ല. ഇല്ല, അത് ഇവിടെ കേട്ടാൽ അറിയാം. എന്താ മോൻ്റെ ചോദിച്ചാൽ അറിയാം. അവിടെ ഇരുന്നില്ലേ? നമ്മളെ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചിട്ടില്ലേ? എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമാധാനപ്പെടുത്തി പറഞ്ഞു. അവിടെ നിലവിളിച്ച് കൊണ്ട് നേരെ നില കയറി ഞാനും വേറൊരാളുമായിട്ട് കൂടെ ഇരിക്കുകയായിരുന്നു. ഇനി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയോ അമ്മയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ? അത് എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടോ? അതുകൊണ്ടാണോ അവൾ മരിച്ചത്? ഫോണിലൊക്കെ വിളിക്കാനായിട്ട് ആരെയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൂടെ. അവൾ അവസാനമായിട്ട് വിളിച്ച അച്ഛനാണോ തോന്നണം? അങ്ങനെ അങ്ങനെ ഞാൻ ചെന്ന് നല്ലതുപോലെ താങ്ങി വിളിച്ച് മക്കളെ കഥ പറയാന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ കേട്ടില്ല. ഇവള് അങ്ങ് എന്തൊരു പോലെ ആയിപ്പോയി. മനസ്സിലായോ? ഒരുപാട് തകർന്നു അല്ലേ? തകർന്നു. ഇളന്ന മനസ്സാണ് ഇവളെ മനസ്സ്. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ പറ്റില്ല. അവിടെ കൂടെ പോയിട്ട് വന്നാലും തിരുവല്ല എന്തെങ്കിലും വലിയ കാര്യമാണ്. ഇന്നലെ ആഴ്ചയിൽ പോയിട്ട് വന്നപ്പോൾ മക്കളെ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് എനിക്ക് കുടിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. കാല് വെച്ച് കെട്ടാനായിട്ട് തെറ്റുള്ള ആഴ്ചയിൽ പോയിട്ട് വന്നത്. അതുപോലെ വൈകുന്നേരം നോക്കിയിരിക്കും ചന്ത സാധനങ്ങളൊക്കെ മാറ്റി പറക്കി കൊണ്ടുവരും. അത് വാങ്ങിക്കാനും ഇവക്ക് വർത്തിയ പടിയുണ്ട് എന്ന് അത് വാങ്ങിക്കാനും കൂടെ കാത്തേക്ക് വണ്ടിയിൽ അതൊക്കെ തട്ടുമ്പോൾ ഓടി വരും. മാറ്റി കൊണ്ട് അങ്ങ് വയ്ക്കും. മീനും മലക്കറിയും അവളെ പടി വച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റി പറക്കി കൊണ്ടുവരും. പെണ്ണുന്നല്ല നോക്കുന്നത്. മുടിക്കായിരുന്നു പൊട്ടി പിടിക്കാൻ ഒരാണുങ്ങളെ പ്രവൃത്തിയുണ്ടാവും. 5 വർഷം മുമ്പ് കുടിലുകെട്ടി താമസിക്കുന്ന അവസ്ഥയിൽ ഇവിടെയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈയിടയ്ക്കാണ് ബാങ്ക് ലോണൊക്കെ എടുത്ത് ഇങ്ങനൊരു വീട് ഇവിടെ പൂർത്തിയാകുന്നത്. അവിടേക്ക് താമസം മാറ്റി ആ പുതിയ വീടിൻ്റെ താമസത്തിൻ്റെ പുതിയ മുറി കിട്ടിയതിൻ്റെ ഒരിടത്തിരുന്ന് പഠിക്കാനുള്ള സൗകര്യം കിട്ടിയതിൻ്റെ ഒക്കെ ആശ്വാസത്തിലായിരുന്നു ഈ പ്രിയപ്പെട്ട മോള്. അവൾ നല്ല മാർക്കോടുകൂടി പാസ്സായി പുതിയ കോളേജിലേക്ക് പോകാൻ അഡ്മിഷനുമായിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിയെ ഈ ദുരന്തം ഈ രൂപത്തിൽ വേട്ടയാടിയത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണോ എന്തെന്നറിയില്ല. നമ്മൾ കേട്ടതുപോലെ അയൽക്കാരുടെ മേലാണ് ഈ കുടുംബം ഈ കുട്ടിയുടെ മരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ആരോപിക്കുന്നത്. പോലീസ് അത് അന്വേഷിക്കും. അന്വേഷണ വിവരങ്ങളിലൂടെ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് അറിയില്ല. നമ്മൾ ഒരു വാർത്ത എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. എല്ലാവർക്കും നല്ലതു മാത്രം പറയാനുള്ള ഒരു കുട്ടിയായിരുന്നു അനുഷ എന്ന ഈ 18 വയസ്സുകാരി. വെങ്ങാനൂർ പഞ്ചായത്തിലെ നെല്ലിവിള ഞെടിഞ്ഞിലിൽ ചരുവിള വീട്ടിൽ അജുവിൻ്റെയും സുനിതയുടെയും 2 മക്കളിൽ ഇളയവളാണ് അനുഷ. വീട്ടിലെ 1-ാം നിലയിൽ കിടക്കുന്നതിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കുടുംബത്തിന് അപേക്ഷിക്കാനുള്ളത്. കാരണം അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൂട്ട നിലവിളികൾ നമ്മൾ കേട്ടതാണ്. അവിടെ നിന്ന് അത് കേൾക്കുമ്പോൾ ഹൃദയം തകർന്നു പോകുകയാണ്. കരയാത്ത കണ്ണുകൾ ആ വീട്ടിൽ ഇല്ല. കരഞ്ഞ് വറ്റിയ മനസ്സുകളാണ്, ഹൃദയങ്ങളാണ്, തേങ്ങലുകളാണ് എവിടെയും. പോലീസും ഫോറൻസിക് സംഘവും ഇവിടെ നിന്ന് പോവുകയാണ്. അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഒന്നേ പറയാനുള്ളൂ, നമ്മൾ അതിർത്തികളുള്ളവരാണ്, അതിരുകളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവരാണ്. പക്ഷേ ഒന്നോർക്കണം, നമ്മളൊക്കെ ഒന്നും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രമാത്രം ശത്രുത? പ്രത്യേകിച്ച് മറ്റൊരു മൃഗങ്ങൾക്കുമില്ലാത്തത്ര മനുഷ്യൻ വാശിയും വൈരാഗ്യവും വച്ചുകൊണ്ട് ബന്ധുക്കൾ പോലും പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി മാത്രം ഉണരുന്ന ഒരു സാംസ്കാരിക ച്യുതിയാണ് ഈ മാനുഷിക കുലത്തിനാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഡെയിലി നമ്മളിങ്ങനെ കാണുന്ന ഓരോ ദുരന്തങ്ങളും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അറിയുക,
സ്നേഹപൂർവ്വം സാഫ്രോൺ.